നമസ്കാരം. അമേരിക്കയുടെയും ദക്ഷിണ കൊറിയയുടെയും സൈനിക ഭീഷണികളെ നേരിടാൻ വേണ്ടി നാവികസേനയെ ആണവായുധ ശേഷിയുള്ളതാക്കി മാറ്റാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഉത്തര കൊറിയ. ആഗോള രാഷ്ട്രീയ ഭൂപടത്തിൽ കൊറിയൻ ഉപദ്വീപ് വീണ്ടും സമാധാന ചർച്ചകളുടെയും സൈനിക നീക്കങ്ങളുടെയും പ്രധാന കേന്ദ്രമായി മാറുകയാണ് ഇതോടെ. അമേരിക്കയും ദക്ഷിണ കൊറിയയും തങ്ങളുടെ സൈനിക പ്രതിരോധ സഖ്യം കൂടുതൽ ശക്തമാക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ സ്വന്തം പരമാധികാരവും ദേശീയ സുരക്ഷയും സംരക്ഷിക്കാൻ വേണ്ടി ആണവ സൈനിക ശേഷി വർദ്ധിപ്പിക്കുമെന്ന പ്രഖ്യാപനവുമായി ഉത്തര കൊറിയൻ തലവൻ കിം ജോങ് ഉൻ രംഗത്തെത്തിയിരിക്കുകയാണ്. വർക്കേഴ്സ് പാർട്ടി ഓഫ് കൊറിയയുടെ 9ാമത് സെൻട്രൽ കമ്മിറ്റിയുടെ 2ാം പ്ലീനറി യോഗത്തിലാണ് രാജ്യം നേരിടുന്ന സുരക്ഷാ വെല്ലുവിളികളെ നേരിടാൻ വേണ്ടി അത് കൂടുതൽ കരുത്തുറ്റ പ്രതിരോധ സംവിധാനങ്ങൾ ആവശ്യമാണ് എന്ന നിലപാട് അദ്ദേഹം വ്യക്തമാക്കിയത്. ബാഹ്യ ശക്തികളുടെ ഭീഷണികൾക്കു മുന്നിൽ തല കുനിക്കില്ല എന്ന ഉത്തര കൊറിയൻ പ്രഖ്യാപനം പ്രാദേശിക രാഷ്ട്രീയത്തിൽ പുതിയ ചർച്ചകൾക്ക് വഴിതുറന്നിരിക്കുകയാണ്. നോർത്ത് കൊറിയൻ പ്രവിശ്യയിൽ നടന്ന നിർണായകമായ പാർട്ടി യോഗത്തിൽ നിലവിലെ പ്രവചനാതീതമായ അന്താരാഷ്ട്ര സൈനിക രാഷ്ട്രീയ സാഹചര്യങ്ങളെ ആത്മവിശ്വാസത്തോടെ നേരിടാനുള്ള ഒരേ ഒരു മാർഗം ആണവ ശക്തിയായി തുടരുക എന്നതാണെന്നും കിം ജോങ് ഉൻ വ്യക്തമാക്കുന്നു. കൊറിയൻ സെൻട്രൽ ന്യൂസ് ഏജൻസി പുറത്തുവിട്ട വിവരങ്ങൾ അനുസരിച്ച് പരമ്പരാഗത ആയുധങ്ങളുടെ നിർമ്മാണം വർദ്ധിപ്പിക്കുന്നതിനൊപ്പം 10,000 ടൺ ഭാരമുള്ള അത്യാധുനിക സ്ട്രാറ്റജിക് ഗൈഡൻസ് മിസൈൽ ക്രൂയിസിന്റെ നിർമ്മാണം ത്വരിതപ്പെടുത്തുവാനും ഈ യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. രാജ്യത്തിന്റെ പ്രതിരോധ നയം കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഭരണകക്ഷിയിലെ ഉദ്യോഗസ്ഥർ ഏകോപനത്തോടെയാണ് തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത്. അമേരിക്കയും ദക്ഷിണ കൊറിയയും ചേർന്ന് സംയുക്തമായ സൈനിക അഭ്യാസങ്ങളും, അതായത് ഇവർ രണ്ടുപേരും ഒരുമിച്ച് ചേർന്ന് നടത്തുന്ന സൈനിക അഭ്യാസങ്ങളും ആണവ കൺസൾട്ടേറ്റീവ് ഗ്രൂപ്പുകളുടെ പ്രവർത്തനങ്ങളും കൊറിയൻ ഉപദ്വീപിലെ സമാധാന അന്തരീക്ഷം തകർത്തെറിയുകയാണ് എന്നതാണ് ഉത്തര കൊറിയയുടെ പ്രധാന ആക്ഷേപം. ദക്ഷിണ കൊറിയ ആണവ അന്തർവാഹിനികൾ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നതും തന്ത്രപ്രധാനമായ ആയുധങ്ങൾ മേഖലയിൽ വിന്യസിക്കുന്നതും തങ്ങളെ ലക്ഷ്യമിട്ടുള്ള കടന്നുകയറ്റത്തിന്റെ ഭാഗം കൂടിയാണ്. ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ശക്തികളുടെ താല്പര്യങ്ങൾ മൂലം യൂറോപ്പിലും മിഡിൽ ഈസ്റ്റിലും രക്തച്ചൊരിച്ചിൽ വർദ്ധിപ്പിക്കുന്നത് ചൂണ്ടിക്കാണിക്കുകയാണ് കിം. സമാനമായ ഒരു സാഹചര്യം കൊറിയൻ ഉപദ്വീപിൽ ഉണ്ടാകാതിരിക്കാൻ ശക്തമായ സ്വയം പ്രതിരോധ സംവിധാനങ്ങൾ അനിവാര്യമാണ് എന്ന് അദ്ദേഹം വാദിക്കുന്നുണ്ട്. 2019 ഹനോയിലെ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും കിം ജോങ് ഉന്നും തമ്മിൽ നടന്ന ഉച്ചകോടി പരാജയപ്പെട്ടതിനു ശേഷം ആണവ നിരായുധീകരണം എന്ന ആശയത്തോടെ ഉത്തര കൊറിയ പൂർണ്ണമായി വിട പറഞ്ഞിരിക്കുകയാണ്. വിട്ടുവീഴ്ചകൾക്കോ ആയുധങ്ങൾ പൂർണ്ണമായി ഉപേക്ഷിക്കുന്നതിനോ രാജ്യം ഒരിക്കലും തയ്യാറല്ല എന്ന തങ്ങളുടെ നിലപാട് കിമ്മിന്റെ സഹോദരിയും മുതിർന്ന നേതാവുമായ കിം യോങ് യുൻ അടുത്തിടെ വ്യക്തമാക്കിയിരുന്നു. ഏതായാലും അന്താരാഷ്ട്ര തലത്തിൽ തങ്ങളുടെ ഒരു ആണവായുധ രാഷ്ട്രമായി അംഗീകരിച്ചുകൊണ്ടുള്ള ചർച്ചകൾക്ക് മാത്രമേ ഇനി സാധ്യതയുള്ളൂ എന്നാണ് ഉത്തര കൊറിയയുടെ നിലപാട്. അതായത് ആയുധങ്ങൾ ഇല്ലാതാക്കുന്നതിനെ കുറിച്ചല്ല, മറിച്ച് തുല്യ ശക്തികൾ എന്ന നിലയിൽ ആയുധ പരിപാലനവും നിയന്ത്രണവും സംബന്ധിച്ച ചർച്ചകൾക്ക് മാത്രമേ അവർ തയ്യാറാകുകയുള്ളൂ എന്നാണ് രാഷ്ട്രീയ വിശകലന വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും രാജ്യത്തിന്റെ പ്രധാന ഊർജ സ്രോതസ്സായ കൽക്കരി വ്യവസായത്തെ ആധുനികവൽക്കരിക്കുവാനും ഖനന മേഖലയിലെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുവാനുമുള്ള വൻകിട പദ്ധതികൾക്കാണ് കിം ജോങ് ഉൻ അംഗീകാരം നൽകിയിരിക്കുന്നത്. വിട്ടുമാറാത്ത ഊർജക്ഷാമം പരിഹരിക്കുന്നതിനും ദീർഘകാലമായി നിലനിൽക്കുന്ന കാര്യക്ഷമതയില്ലായ്മകൾ പരിഷ്കരിക്കുന്നതിനും ഖനന സമൂഹങ്ങളുടെ പുനർവികസനം എന്ന ഒരു തന്ത്രപരമായ മുൻഗണനയായി രാജ്യം കാണുന്നുണ്ട്. എന്തായാലും 7 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കൊറിയൻ യുദ്ധം അവസാനിച്ചു എങ്കിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഔപചാരികമായ ഒരു സമാധാന കരാർ നിലവിലില്ലാത്തത് കൊണ്ടാണ് കൊറിയൻ ഉപദ്വീപ് ഇപ്പോഴും ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് ജീവിക്കേണ്ടി വരുന്നത്. ബാഹ്യ സമ്മർദ്ദങ്ങൾക്കും സാമ്പത്തിക ഉപരോധങ്ങൾക്കും മുന്നിൽ തങ്ങളുടെ ആത്മാഭിമാനവും പരമാധികാരവും പണയം വെക്കാൻ ഉത്തര കൊറിയ തയ്യാറല്ല എന്ന വ്യക്തമായ സന്ദേശമാണ് ഈ പുതിയ തീരുമാനങ്ങൾക്ക് ഇട നൽകുന്നത്.